ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രപഞ്ചം എവിടുന്ന് വന്നു. ഞാൻ മാത്രമല്ല, മനുഷ്യന്റെ ചരിത്രം പരിശോധിച്ചാൽ കാലാകാലങ്ങളായി മനുഷ്യനെ അലട്ടിയിരുന്നൊരു വിഷയമാണ് പ്രപഞ്ചം എവിടെ നിന്നുണ്ടായി എന്നുള്ളത്. ലേറ്റസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്, കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടായി. ആ എക്സ്പ്ലോഷനിൽ നിന്ന് മാറ്ററും എനർജിയും സ്പേസും എന്തിന് ടൈം പോലും ഉണ്ടായി. ആ എക്സ്പ്ലോഷൻ്റെ അവശിഷ്ടമാണ് നമ്മൾ ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ. ഇത് പ്രപഞ്ചത്തിൻ്റെ ഒരു ഘടനയെ സംബന്ധിക്കുന്ന നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ആണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് അതല്ല. എൻ്റെ ചോദ്യം, എവിടെ നിന്നാണ് ഈ പ്രപഞ്ചം വന്നത്? ഇപ്പോൾ ബിഗ് ബാങ് തിയറി പറയുന്നു, എവിടെ നിന്നാണ് ഈ ബിഗ് ബാങ് തിയറി ഉത്ഭവിച്ചത്? ഉത്ഭവിച്ചതല്ല, എവിടെ നിന്നാണ്, വൈ ബിഗ് ബാങ്? എങ്ങനെ ബിഗ് ബാങ് ഉണ്ടായി? അതിൻ്റെ കാരണം എന്താണ്? എല്ലാത്തിനും ഒരു കാരണം വേണം എന്നതാണോ ചോദ്യം എന്ന് ചോദിച്ചാൽ, നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ആൻസർ വേണമെങ്കിൽ കാരണം അറിഞ്ഞേ പറ്റൂ. ഇപ്പോൾ ഉദാഹരണത്തിന്, ഈ ചോദ്യം പണ്ട് മുതലേ ഉണ്ട്. ഇതിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ച മനുഷ്യരെല്ലാം ആദ്യമായി കണ്ടെത്തിയ ഉത്തരം ഒരുപക്ഷെ ദൈവം ഉണ്ടാക്കി എന്നുള്ളതായിരിക്കും. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഇതിൻ്റെ ഉത്തരം ദൈവം ഉണ്ടാക്കി എന്നുള്ളതാണ്. ദൈവം ഉണ്ടാക്കി എന്നൊരു വാദത്തിന് അംഗീകരിച്ചാൽ തന്നെയും അത് ഈ മിസ്റ്ററിയെ സോൾവ് ചെയ്യുന്നില്ല. പ്രപഞ്ചത്തിൻ്റെ മിസ്റ്ററി അത് ദൈവത്തിലേക്ക് കൊടുക്കുന്നു. ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് മിസ്റ്ററി മാറുന്നതേ ഉള്ളൂ. അപ്പോഴും ദൈവത്തിന് ആരുണ്ടാക്കി, അല്ലെ ദൈവം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം അവിടെ അതേപോലെ തന്നെ നിലനിൽക്കും. അപ്പോൾ ഞാൻ പറയുന്നതല്ല, ഇതിനെ ഒരിക്കലും ഉത്തരം കണ്ടെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതായത് വേറൊരു പോപ്പുലർ ആയിട്ടുള്ള ഉത്തരം കാരണമുണ്ട്, പക്ഷെ അത് ഇതുവരെ കണ്ടുപിടിക്കും. ഭാവിയിൽ സയൻസ് വളരുമ്പോഴും അല്ലെ നമ്മുടെ അറിവ് വളരുമ്പോഴും ഇതിന് ഉത്തരം കിട്ടും, അല്ലെ നമ്മൾ കണ്ടെത്തും ഇതെങ്ങനെയാണ്, പ്രപഞ്ചത്തിൻ്റെ തുടക്കമോ ഉൽപ്പത്തിയോ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടെത്തുമെന്ന്. അതും ഒരു കാരണം കണ്ടെത്തും എന്നതിലാണ് നിൽക്കുന്നത്. പക്ഷെ അപ്പോഴും ആ കാരണത്തിൻ്റെ കാരണം എന്താണ്, അതപ്പോഴും സോൾവ് ചെയ്യുമെന്ന് തോന്നുന്നില്ല. മൂന്നാമതായിട്ടുള്ള ഒരു ഓപ്ഷൻ, പ്രപഞ്ചം ഇവിടെ ഉണ്ടായിരുന്നു, കാലാകാലമായിട്ട് പ്രപഞ്ചം ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് അതാണ്. കാലാകാലമായിട്ട് പ്രപഞ്ചം ഒരു ഫോമില അല്ലെങ്കിൽ വേറൊരു ഫോമില ഇവിടെ ഉണ്ടായിരുന്നു. ബിഗ് ബാങ്കിന് മുമ്പ് പ്രപഞ്ചം ഉണ്ടായിരുന്നു, അത് വേറൊരു ഫോമിലായിരുന്നിരിക്കാം. ഇപ്പം ഉള്ള പ്രപഞ്ചം ഈ ഫോമിലാണ്, നമ്മളിപ്പോൾ അനുഭവിക്കുന്ന രീതിയിലാണ്. ഇനി കുറച്ച് കഴിഞ്ഞ് നമ്മൾ എല്ലാം ചത്തൊടുങ്ങിയാലും പ്രപഞ്ചം വേറൊരു ഫോമിലായിരിക്കും. ഇതാണ് മൂന്നാമത്തെ ഓപ്ഷൻ. പക്ഷേ അപ്പോഴും അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരത്തില്ല. ഞാൻ വിശ്വസിക്കുന്ന അതാണെങ്കിലും എനിക്കും അതൊരു പൂർണ്ണമായ തൃപ്തി തരത്തില്ല. കാരണം അപ്പോഴും ദർ ഇസ് സംതിങ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്ന സാധനം ഉണ്ട്. അതിപ്പോൾ കാലാകാലമായിട്ടുണ്ടെന്ന് പറഞ്ഞാലും വൈ, എന്തുകൊണ്ട് ഒന്നുമില്ലായ്മ ഇവിടെ ഇല്ല? ഒന്നുമില്ലായ്മ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതിനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതില്ലാതെ പ്രപഞ്ചം ഇവിടെ ഉണ്ടായി. കാലാകാലമെങ്കിൽ കാലാകാലം പ്രപഞ്ചം ഇവിടെ ഉണ്ടായി. എന്തുകൊണ്ട്? ഞാൻ വിചാരിക്കുന്നത്, ഇതിന് പൂർണ്ണമായ തൃപ്തി കിട്ടുന്നൊരു ഫാക്റ്റ് അല്ലെങ്കിൽ ഒരു കണ്ടെത്തലോ അറിവോ നമുക്ക് ഒരു കാലത്തും സാധ്യമല്ലെന്നാണ്. നമ്മൾ അവസാനം എത്താൻ പോകുന്നത് പ്രപഞ്ചം ഇവിടെ ഉണ്ടായിരുന്നു, അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് കൊണ്ടുവന്നാലും അതിനെ എന്താ പറയുന്ന മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സൊല്യൂഷൻ, അല്ലെ നമുക്ക് തൃപ്തി കിട്ടുന്നൊരു സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇത് നമ്മുടെ മനസ്സിൻ്റെ കുഴപ്പമായിരിക്കും. മനുഷ്യനുണ്ടായിരിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയൊന്നുമല്ല. മനുഷ്യൻ ബാക്കിയുള്ള ജീവികളെ പോലൊരു ജീവി മാത്രമാണ്. അവൻ പഠിച്ചു വരുന്നു. അവൻ്റെ ബ്രെയിനിന് താങ്ങാൻ പറ്റാത്ത അല്ലെങ്കിൽ അവനെ ചിന്തിക്കാൻ പറ്റാത്ത ഡയമെൻഷൻസ് ഉള്ള കാര്യമായിരിക്കും ഈ പ്രപഞ്ചത്തിൽ ഉൽപ്പത്തി എന്നുള്ളത്. ഒരുപക്ഷെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം പോലും അസംബന്ധമായിരിക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു മനുഷ്യന് അവൻ്റെ ബ്രെയിനിന് താങ്ങാൻ പറ്റാത്ത ഒരു സാധനമാണ് പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയും പ്രപഞ്ചവും എല്ലാം അങ്ങനെയാണെന്ന് വെച്ചാൽ തന്നെയും നമ്മളിവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഞാനിവിടെ ഉണ്ട്. അറ്റ്ലീസ്റ്റ് ഐ തിങ്ക് ദെയർ ഫോർ ഐ ആം. അറ്റ്ലീസ്റ്റ് ഞാനിവിടെ ഉണ്ട്, എൻ്റെ ചിന്ത ഇവിടെ ഉണ്ട്. എന്തുകൊണ്ട് ഒന്നുമില്ലാത്തൊരവസ്ഥയില്ല, ഉണ്ടായില്ല? ഇത് എന്നും ഒരു കുഴപ്പിക്കുന്ന ചോദ്യമായിട്ട് നിലനിൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വീഡിയോയുടെ ലക്ഷ്യം പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് നമുക്ക് തിയറീസ് ഉണ്ടാക്കാം. പക്ഷെ ഒരിക്കലും നമുക്ക് പൂർണ്ണമായി തൃപ്തി നൽകുന്ന ഒരു ഉത്തരവും നമ്മളെ കൊണ്ട് കണ്ടെത്താൻ സാധ്യമല്ലെന്നാണ് ഞാൻ കരുതുന്നത്.
എൻ്റെ തെറ്റുകാരനായിരിക്കാം. പക്ഷെ ഞാനിപ്പം അങ്ങനെയാണ് കരുതുന്നത്. ഇപ്പം എൻ്റെ പേഴ്സണലി എൻ്റെ വിശ്വാസം ഞാൻ പറഞ്ഞ പോലെ പ്രപഞ്ചം എല്ലാ കാലവും ഇവിടെ ഉണ്ടായിരുന്നു. പൊതുവെ വിശ്വാസികൾ ദൈവത്തിന് കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റിയാണ് ഞാൻ പ്രപഞ്ചത്തിന് ഇവിടെ കൊടുക്കുന്നത്. അതായത് എക്സിസ്റ്റൻസിൻ്റെ കാര്യത്തിൽ മാത്രം. പ്രപഞ്ചം ഇവിടെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു, ഇനിയുള്ള കാലവും ഉണ്ടാകും. അത് ഒരു ഫോമിൽ നിന്ന് വേറെ ഫോമിലോട്ട് മാറിക്കൊണ്ടേയിരിക്കും. സോ ചുരുക്കി പറഞ്ഞാൽ ഇതായിരുന്നു വീഡിയോ. പ്രപഞ്ചം ഇവിടെ ഉണ്ട്, പ്രപഞ്ചം ഇവിടെ ഉണ്ട്, അത്രയേ ഉള്ളൂ.